إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. അവർ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരാൾ, ആ രണ്ടുപേരിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നീട് ഷഹീദായി മരണപ്പെടുകയാണ്. അതിൽ രണ്ടാമത്തെ ആള് സാധാരണ പോലെ ഈ ഷഹീദായ വ്യക്തിക്കു ശേഷം 1 വർഷത്തിനു ശേഷം അയാൾ സാധാരണ രൂപത്തിൽ കട്ടിലിൽ കിടന്ന് അയാളുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയാണ്. ഈ രണ്ടു പേരുടെ വിഷയത്തിൽ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പരാമർശം. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, അതിലാദ്യം ഈ രണ്ടുപേരിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് രണ്ടാമത് മരണപ്പെട്ട കട്ടിലിൽ കിടന്നു മരിച്ച വ്യക്തിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഈ ഹദീസ്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു. അവർക്കതൊരു വലിയ അതിശയമായി തോന്നി. കാരണം ഷഹീദിനേക്കാൾ മുന്നെയാണ് ഒരു വർഷം കഴിഞ്ഞു മരണപ്പെട്ട വ്യക്തി സ്വർഗത്തിൽ ആദ്യം പ്രവേശിച്ചിരിക്കുന്നത്. പ്രവാചകനോട് സഹാബികളെ അതിനെപ്പറ്റി അവര് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലെ, അതെങ്ങനെയാണ്, എന്താണ് ഇതിന്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് തിരിച്ചു ചോദിച്ചത്, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ആദ്യത്തെ വ്യക്തിയെക്കാളും ഒരു വർഷം കൂടി അയാൾ ജീവിച്ചില്ലേ? സഹാബികൾ പറഞ്ഞു, ഖാലു ബല, അതേ റസൂലേ. വഅദറക റമളാന ഫസാമഹു, ഒരു റമളാനിനെ അധികം കണ്ടെത്തുകയും അതിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തില്ലേ? ഖാലു, സഹാബികൾ പറഞ്ഞു, ബല, പ്രവാചകരെ, അതെ. അപ്പോൾ എന്താണ് രണ്ടാമത് മരണപ്പെട്ട ഒരു വർഷത്തിനു ശേഷം മരണപ്പെട്ട വ്യക്തി ഷഹീദിനേക്കാൾ മുന്നേ സ്വർഗത്തിൽ എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ ഉദ്ദേശം റമളാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നത് ഒരു മഹാസൗഭാഗ്യമാണ്. ഒരു റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും അതിലെ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരവസരം അധികം ലഭിച്ചു എന്നത് ജീവിതത്തിലെ ഒരു നിർണായകമായ വലിയ സൗഭാഗ്യമാണ് എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ വെളിപ്പാടകലെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആയുസ്സിലേക്ക് വരാനിരിക്കുന്ന ഒരു പരിശുദ്ധ റമദാൻ, അത് നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിനെ ഒരുങ്ങണമെന്ന് പ്രത്യേകമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് മനുഷ്യരിലെ ശ്രേഷ്ഠൻ എന്ന പ്രവാചകന്റെ മുമ്പിൽ വന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട്. പ്രവാചകനോട് അവർ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്, ഏറ്റവും ഉത്തമനായവൻ ആരാണ്? റസൂൽ അതിന് കൊടുത്ത മറുപടി എന്താണ്? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ദീർഘായുസ് ലഭിക്കുകയും ആയുസ് നീട്ടിക്കിട്ടുകയും ആ നീട്ടിക്കിട്ടിയ ആയുസ്സിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഏറ്റവും ഖൈറായവൻ. വീണ്ടും സഹാബികൾ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ഏറ്റവും ശർറായവൻ, ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? റസൂൽ പറയാണ്, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ആർക്കാണോ ആയുസ് നീട്ടിക്കിട്ടുകയും ആ കിട്ടിയ ആയുസ്സിൽ തിന്മകൾ പ്രവർത്തിക്കുകയും അതേപോലെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവൻ ആരാണ്? അവനാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് വരുന്ന അവസരങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു പരിശുദ്ധ റമളാനിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ആയുസ് നീട്ടിക്കിട്ടി ആ ആയുസ്സിൽ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നിരതമാക്കിയ സജീവമാക്കിയ ആളുകൾ അവർക്ക് മംഗളം. തൂബാ ലിമൻ ത്വാല ഉംറുഹു, അതെ, ആയുസ് നീട്ടിക്കിട്ടുകയും വഹസുന അമലുഹു, അതിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് മംഗളം, ആശംസകൾ പ്രവാചകൻ നേരുകയാണ്. എന്താണ് തൂബ എന്ന് പറഞ്ഞാൽ? മറ്റൊരു ഹദീസിൽ കാണാം, അബീ സഈദ് അൽ ഖുദരി, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് തൂബ എന്ന് പറഞ്ഞാൽ? മംഗളം, ആശംസ എന്ന് നമ്മൾ പറയുമ്പോൾ തൂബ എന്ന് പറഞ്ഞാൽ തൂബ ശജറത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ മരമാണ് തൂബ മരം. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? മസീറത്തു മിഅത്തി ആമിൻ, 100 വർഷത്തെ വടിദൂരം. അത് മുറിച്ചു കടക്കണമെങ്കിൽ അതിന്റെ തണൽ മുറിച്ചു കടക്കാൻ 100 വർഷത്തെ വടിദൂരം. സ്വർഗാവകാശികളുടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കപ്പെടുന്നത് തൂബാ ഷജറയിൽ നിന്നാണ്, തൂബാ മരത്തിൽ നിന്നാണ്. ആ തൂബാ മരമുണ്ടാർക്ക് ആയുസ്സിലെ ഇത്തരം അവസരങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകൾ. അതുകൊണ്ട് ഞാൻ ഈ സംഭവം ആദ്യം സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ വളരെ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു അസുലഭമായ നിർണായകമായ ഒരവസരം പ്രിയമുള്ളവരെ 2-3 ആഴ്ചകൾക്കപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്ര നേരത്തെ, അല്ലെങ്കിൽ ഇത്ര നേരത്തെ എന്ന് പറയുമ്പോൾ സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ 6 മാസം മുമ്പ് റമളാനിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് നടത്തിയ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണ്. 6 മാസം മുമ്പ് അവരതിനുവേണ്ടി മാനസികമായി ഒരുങ്ങിയെന്നാണ്. ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനുണ്ട്. പല ആളുകളും റമളാനിന്റെ രാവുകൾ, പകലുകൾ തിരക്കുകളിലാണ്. എന്നാൽ നമുക്ക് അവിടെ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുണ്ട്. നമുക്ക് തിരക്കുകൾ മാറ്റിവെച്ച്
വെച്ച് നന്മകൾ വാരിക്കൂട്ടാനുള്ള ചില ക്രമീകരണങ്ങൾ, റമദാൻ പ്ലാൻ, റമദാൻ ടൈം ടേബിൾ നമ്മുടെ ചാർട്ടിൽ വരേണ്ടതുണ്ട്. നമുക്ക് അതൊരു പ്ലാനായി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഇവിടെ റമദാൻ അനുഗ്രഹീതമായ ഒരു മാസമാണ്. റമദാൻ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അതാകും ശഹ്റ റമദാൻ, ഇതാ പരിശുദ്ധ റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ശഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം. ഫറദല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയ മാസം എന്ന് പ്രവാചകൻ നോമ്പ് റമദാൻ കടന്നു വരുമ്പോ പറയുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ നോക്കി പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ നന്മകൾക്ക് വേണ്ടി എല്ലാ നിലക്കും അല്ലാഹു നന്മകൾക്ക് വേണ്ടി അത് ക്രമീകരിച്ചിരിക്കുകയാണ്. റമദാനിന്റെ ആദ്യ രാവിൽ തന്നെ സംഭവിക്കുന്ന സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ രാവാകുമ്പോൾ സുഫിദത്തി ശയാത്തീൻ വമർദത്തിൽ ജിന്ന്, ശൈത്താന്മാരെ പിടിച്ചു കെട്ടുകയാണ്. ജിന്നുവർഗത്തിലെ മല്ലന്മാരെ അവരെ ബന്ധനത്തിലാവുകയാണ്. എന്നിട്ടോ റസൂൽ പറയാണ്, വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നീട് ഒരു വാതിലും തുറക്കപ്പെടുന്നില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, പിന്നീട് അതിന്റെ ഒരു വാതിലും അടക്കപ്പെടുന്നില്ല. റമദാനിന്റെ അവസാനം വരെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയാണ്, നരകവാതിലുകൾ അടക്കപ്പെടുകയാണ് ഒന്നാമത്തെ രാവാകുമ്പോൾ. എന്നിട്ട് റസൂൽ പറയാണ്, വയുനാദി മുനാദി, വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറയും, വയാ ബാദിയൽ ഖൈർ, ഓ നന്മ ആഗ്രഹിക്കുന്നവരെ, നന്മ ചെയ്യാൻ കൊതിക്കുന്നവരെ, സൽക്കർമ്മങ്ങളേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ, ഇതാ റമദാൻ വന്നിരിക്കുകയാണ് എന്ന് വിളിച്ചു പറയുമെന്നാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നാളെ പരലോകത്ത് സ്വർഗം കൊതിക്കുന്ന, മരണാനന്തര ജീവിതത്തെ വിജയം കൊതിക്കുന്ന മുഅ്മിനീങ്ങളെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയുകയാണ്. മലക്കുകൾ മറ്റൊന്നും വിളിച്ചു പറയും, വയാബാദിയ ശർറ്, തിന്മകളിൽ അഭിരമിക്കുന്നവരെ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അഖ്സിർ, നിങ്ങൾ ആ തിന്മകളെ നിർത്തിവെക്കുക, ഇതാ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കടക്കാനിരിക്കുന്ന, ഏറെ കൊതിയോടെ നമ്മൾ കാത്തിരിക്കുന്നു. പല നിലക്കും റമദാനിനെ മാനസികമായി വെറുപ്പോട് കാണുന്നവരുണ്ടാകാം. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ഏറെ ചെയ്യാമെന്ന ഒരു സന്തോഷവും ഒരു മാനസികമായ ആ ഒരു സംതൃപ്തിയോടുകൂടെയാണ് മുഅ്മിനീങ്ങളെ റമദാനിലേക്ക് കടക്കുന്നത്. കാരണം എന്താണ്? നന്മകൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന, എന്റെ അക്കൗണ്ടിലേക്ക് ധാരാളം നന്മകൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വലിയ അവസരമാണ് റമദാൻ. അത് വരാൻ പോവുകയാണെന്ന സന്തോഷമാണ് മുഅ്മിനീങ്ങളിൽ ഉണ്ടാവുക. ആ റമദാനിന്റെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് കലർപ്പില്ലാത്ത മനസ്സുമായി ഈ ശഅബാനിലെ സൽപ്രവർത്തനങ്ങളിലൂടെ റമദാനിനെ വരവേൽക്കുന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കലർപ്പില്ലാത്ത മനസ്സുമായി, മാനസികമായ ശുദ്ധി ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് മോചനം വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ മുന്നോട്ട് പോയി അങ്ങനെ റമദാനിലേക്ക് കയറുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് ചെയ്തുപോയ അബദ്ധങ്ങൾ, ചെയ്തുപോയ വന്നുപോയ പോരായ്മകൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഈ ശഅബാനിന്റെ ഇനി വരുന്ന ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. വളരെ ഫ്രഷായി നമുക്ക് റമദാനിലേക്ക് മാനസിക ശുദ്ധി വരുത്തി കയറേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞതാണ്, അത്തായിബു മിനദ്ദംബ്, തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ കമല്ലാ ദംബ ലഹു, പാപം ചെയ്യാത്തവനെ പോലെയാണ് അവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക നമ്മൾ. അതേപോലെ തന്നെ നമുക്ക് ആ റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. കുടുംബ ബന്ധങ്ങൾ പുലർത്തി റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് അതൊന്നും സ്വീകരിക്കപ്പെടാതെ പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പരിശുദ്ധ റമദാനിൽ 30 ദിവസവും നോമ്പെടുക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവരുമായി അല്ലാഹു ബന്ധം മുറിക്കുമെന്നാണ്. അല്ലാഹുവുമായി ബന്ധം മുറിഞ്ഞവനായി നാം നോമ്പെടുത്തിട്ട് എന്ത് കാര്യമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് പറയുമെന്നാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. മൻ വസലകി, നിന്നോട് ആര് ബന്ധം ചേർത്തുവോ, വസൽതുഹു, ഞാൻ അവനുമായി ബന്ധം ചേർത്തു. അല്ലാഹു പറയാണ്,
നീയുമായി ആരാണോ ബന്ധം മുറിച്ചത് അവനുമായി ഞാനിതാ ബന്ധം മുറിച്ചിരിക്കുന്നു. അപ്പോൾ കുടുംബക്കാരുടെ പലരുമായി തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ റമദാനിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് സലാം പറഞ്ഞ് നമ്മൾ നന്നാകണം. അല്ലെങ്കിൽ നമ്മൾ നോമ്പെടുക്കുന്നവനായി എന്തു കാര്യമാണ്? നമ്മൾ രാത്രി നമസ്കരിക്കുന്നവനായിട്ട് എന്തു കാര്യമാണ്? അല്ലാഹുവുമായി ബന്ധം മുറിയാണ് അവിടെ. കുടുംബ ബന്ധങ്ങൾ മുറിയുന്നതിലൂടെ അല്ലാഹുവുമായുള്ള ബന്ധമാണ് മുറിയുന്നത്. സ്വർഗപ്രവേശനത്തിന് പോലും കുടുംബ ബന്ധം അനിവാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താ ഹദീസ്? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അതുകൊണ്ട് തന്നെ പോയി കാണേണ്ടവരെ പോയി കാണണം. അല്ലാത്തവരെ ഫോണിൽ ബന്ധപ്പെട്ട് ആ നിലക്ക് അറ്റുപോയ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന ആളുകളിലെ ഉമ്മയുമായി ഉപ്പയുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലെ, എത്ര ഗൗരവമാണ്. നമ്മുടെ റമദാൻ വൃഥാവിലാകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തൃപ്തിയും കോപവും മാതാപിതാക്കളുടെ തൃപ്തിയും കോപവും എന്ന് അവരുടെ എങ്ങനെയാണ് മക്കളോടുള്ള സമീപനം, അതുപോലെയാണ് അല്ലാഹു ആ വ്യക്തിയോട് അല്ലെ. ഹദീസ് എന്താണ്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. അതേപോലെ റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിണങ്ങി നിൽക്കുന്ന പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. കൂട്ടുകാരുമായി, അയൽവാസികളുമായി, സഹപ്രവർത്തകരുമായി നാം ഇടപെടുന്ന പല ആളുകളുമായി പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ, അതാണ് റമദാനിന്റെ മുമ്പ് നമുക്ക് ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ അങ്ങനെ നമുക്ക് റമദാനിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? തന്റെ മുസ്ലിമായ ഒരു സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിണങ്ങരുത് എന്ന താക്കീത് നമ്മൾ മറക്കരുത്. ഇതാ ഹദീസ്. ലാ യഹില്ലു ലിറജുലിൻ, ഒരു മനുഷ്യന് അനുവദനീയമല്ല അയ്യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ, 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കൽ. ഒരാള് മറ്റൊരാളോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കൽ അവൻ അനുവദനീയമല്ല. 3 ദിവസമല്ല, പലരുടെയും ബന്ധങ്ങളിൽ 3 മാസമല്ല, വർഷങ്ങളേറെയായിട്ടും പിണക്കങ്ങൾ നിലനിർത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റി നിൽക്കുന്നവരുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതെത്ര ഗൗരവമാണ്. നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ, നമ്മൾ ഓതുന്ന ഖുർആന്റെ പാരായണങ്ങൾ, നമ്മൾ കൊടുക്കുന്ന സക്കാത്തുകൾ, അതെല്ലാം അവിടെ കെട്ടിക്കിടക്കുകയാണ് ഒരു പിണക്കത്തിന്റെ പേരിൽ, ഒരു അകൽച്ചയുടെ പേരിൽ. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കി പരിശുദ്ധ റമദാനിനെ സമീപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമയക്രമീകരണം എന്നത്. എന്താണ് സമയക്രമീകരണം കൊണ്ട് ആരംഭിക്കുന്നത്? ഇപ്പോഴേ അത് ആരംഭിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഒഴിവ് സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എങ്ങനെങ്കിലൊക്കെ എങ്ങനെ പോകുക എന്നുള്ളതല്ല. റമദാൻ ആളുകൾക്ക് വരുന്നതും പോകുന്നതും വേഗതയിലായിരിക്കും. അപ്പൊ അതെങ്ങനെ രാവിലെ ആകുന്നു, ദുഹറാകുന്നു, പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമാകുന്നു, പിന്നെ രാത്രി, അതങ്ങനെ ഒരു റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങി പോകലാണ്. പക്ഷെ നമുക്കതിലൊരു പ്ലാൻ ഉണ്ടാകണം. ഒരു റമദാൻ പ്ലാൻ രൂപപ്പെട്ടു വരണം. നമുക്ക് മിക്ക ആളുകളും ഒഴിവ് സമയം എന്നത് അവർ അശ്രദ്ധമായി പോവുകയാണ്. ധാരാളം സമയമുണ്ട്, പക്ഷെ അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പലർക്കും കഴിയുന്നില്ല. 2 അനുഗ്രഹം റസൂലുള്ളാഹി ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്താ 2 അനുഗ്രഹം? നിഅമതാനി, 2 നിഅമത്തുകൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധിക പേരും ഈ 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ വഞ്ചിതരാണ്. എന്താണ് ആ 2 അനുഗ്രഹം? അസ്സിഹത്ത്, അത് ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം അതൊരു വലിയ നിഅമത്താണ്. വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്, അതൊരു വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ. ഇത് 2 ആളുകൾ മറന്നുപോകുകയാണ്. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാർ എത്രയുണ്ട്. നമ്മുടെ സമയങ്ങളെ നമുക്ക് എഫക്റ്റീവായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് പ്ലാൻ വേണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നമുക്കൊരു പ്ലാൻ വേണം. അതെന്താണ് പ്ലാൻ? ഞാൻ റമദാനിൽ ഇത്ര വട്ടം ഞാൻ ഖത്തം തീർക്കും എന്നൊരു പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തണം. ഇപ്പൊ 2 തവണ പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പദ്ധതിയാണ്, നന്മയുടെ വിഷയത്തിലെ ഒരു ഒരുക്കമാണ്. അപ്പോൾ റമദാൻ 1-ന്റെ മഗ്‌രിബിന് നോമ്പ് തുറക്കുമ്പോൾ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ അയാളുടെ കാൽക്കുലേറ്റ് ചെയ്യണം. അന്ന് 2 ഖത്തം തീർക്കണമെങ്കിൽ അയാൾ വിശുദ്ധ ഖുർആനിൽ 40 പേജുകൾ ഓതി കടന്നു പോകണം. 40 പേജ് പൂർത്തിയാകണം. ഒരു വട്ടമാണെങ്കിൽ 20 പേജ് ഓതി പൂർത്തിയാകണം. അത് 2-ാം ദിനമാകുമ്പോൾ 80 ആകണം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ വിഷയങ്ങളിൽ, ഭൗതികമായ വിഷയങ്ങളിൽ പ്ലാനിങ്ങുകളും
ധാരണകളും വരുത്താറുണ്ട്. ഇന്ന ഡേറ്റ് ഇവിടെ എത്തണം, ഇന്ന ഡേറ്റ് ആകുമ്പോൾ അതെന്ത് ചെയ്യണം, ആ പ്രൊജക്ട് നമുക്ക് പൂർത്തിയാക്കണം. എന്തുകൊണ്ട് നന്മയുടെ വിഷയത്തിൽ നമുക്കൊരു പ്ലാനിങ് വരുന്നില്ല? അതുകൊണ്ട് തന്നെ ഓരോന്നിനും നമുക്ക് റമദാനിൽ ചെയ്തു തീർക്കാവുന്ന നന്മകൾക്കായുള്ള മുന്നൊരുക്കവും സമയക്രമീകരണവും നമ്മൾ നടത്തണം. അതേപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ പ്രിയമുള്ളവരെ ഞാൻ എന്നോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ കൈകളിൽ നമ്മൾ മൊബൈൽ നോക്കുകയാണ്. ഖുർആൻ വായിക്കുന്നതിനേക്കാൾ ഏറെ സമയം അതിന് ചില ആപ്ലിക്കേഷനുകളുണ്ട്. അത് നോക്കിയാൽ നമ്മൾ എത്ര മണിക്കൂറുകൾ മൊബൈൽ ഉപയോഗിച്ചു എന്ന് ചില ആപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ കൈകളിൽ ഖുർആനുള്ള സമയമാണോ, മൊബൈലുകളുള്ള സമയമാണോ? വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചാറ്റിങ്ങുകളിലും അതിൽ അനാവശ്യങ്ങളായ അല്ലെങ്കിൽ നേരം പോക്കുകളിൽ നമ്മൾ പലപ്പോഴും ദീർഘമായ സമയം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കുക, അവിടെ കുറച്ചൊരു നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയത്. ആവശ്യമുള്ള ചില ക്ലാസ്സുകളും ചില ദിക്റുകളൊക്കെ നന്മയായ ചില ഏരിയകൾ നമ്മുടെ മൊബൈലിലുണ്ട്. അത് മാത്രം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് സമയങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾക്ക് മാറ്റിവെക്കുന്നു, അതിന്റെ ഹിഫ്ലാക്കലിന് മാറ്റിവെക്കുന്നു, അതിന്റെ ആശയ പഠനങ്ങൾക്ക് മാറ്റിവെക്കുന്നു, അതേപോലെ ദിക്റുകൾക്കും മറ്റ് നന്മകൾക്കും നമ്മൾ മാറ്റിവെക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇനി മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇസ്ലാമികമായ സൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ റമദാനുമായി ബന്ധപ്പെട്ട് അറിയാനുള്ള ധാരാളം ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മൊബൈലിൽ തന്നെ ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, റമദാനിലേക്ക് അടുക്കുമ്പോൾ ഈ സമയത്ത് റമദാൻ ഖളാ വീട്ടാനുള്ളവർ അത് പെട്ടെന്ന് പൂർത്തിയാക്കുക. ചിലർക്ക് മറവി വരും. റമദാൻ കഴിഞ്ഞ നോമ്പിന് പിന്നെ കഴിഞ്ഞ റമദാൻ ഇത്ര നോമ്പ് ബാക്കിയുണ്ടായിരുന്നു പല കാരണത്താൽ, പക്ഷെ അത് പല സമയത്തും വീട്ടാൻ കഴിഞ്ഞില്ല. അതങ്ങനെ പെൻഡിങ് ആയി നിൽക്കുകയാണ്. അത് വീട്ടാതെ കടമായി നിൽക്കുക നമ്മുടെ റമദാനിലേക്ക് കടക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ ഉംറയെ പ്രത്യേകമായി പിന്നെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. റമദാനിലെ ഉംറ ഏറെ പുണ്യകരമാണ്. റമദാനിലെ ഉംറക്ക് പ്രവാചകനോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലിയാണ്. റമദാനിലെ ഉംറ എന്റെ കൂടെ ഹജ്ജിന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉംറ ഉദ്ദേശിക്കുന്നവർ അതിന് നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നേരത്തെ ഒരുക്കുന്നത്? നേരത്തെ ഒരുങ്ങാൻ പല കാര്യങ്ങളിലും നമ്മൾ റമദാനിൽ ആളുകൾ തിരക്ക് വരുന്ന പല കാര്യങ്ങളുണ്ട്. റമദാൻ ഷോപ്പിംഗ്, ആളുകൾ റമദാനിനു വേണ്ടി അതിന്റെ പകലുകളിലെ രാവുകൾ അത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന അവസ്ഥകൾ. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് റമദാനിന്റെ മുമ്പ് നമ്മളൊരു 2 ആഴ്ച മറ്റോ ഉള്ള ഒരു സമയത്താണ് ഈ കാര്യം പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് സാധ്യമാവുമെങ്കിൽ നമുക്ക് നേരത്തെ ഈ കാര്യങ്ങൾ വാങ്ങിവെച്ചുകൂടാ? നമ്മൾ ഓരോരുത്തരും പെരുന്നാളിലേക്കുള്ള വസ്ത്രങ്ങൾ റമദാനിന് മുമ്പേ നമുക്ക് എന്തുകൊണ്ട് അത് തയ്യാറാക്കി വെച്ചുകൂടാ? ഇനി അത്യാവശ്യമായി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റമദാനിലേക്ക് കടന്ന് നമ്മളെ ഏറ്റവും നന്മക്ക് വർധനവ് ലഭിക്കുന്ന, പ്രതിഫലത്തിന് വർധനവ് ലഭിക്കുന്ന പകലുകളിൽ നമ്മൾ അങ്ങാടികളിൽ ഇറങ്ങാതെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പറ്റാവുന്നവർ ഉണ്ടാകാം. അവർ എന്ത് ചെയ്യുന്നു? അത്തരം കാര്യങ്ങൾ മിതത്വം പുലർത്തി റമദാനിന്റെ ആ മുമ്പ് തന്നെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വാങ്ങിവെക്കുന്നു. അതിന്റെ കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപക്ഷെ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അവർക്ക് കിറ്റുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. റമദാനിൽ എങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുക എന്ന് സങ്കടപ്പെട്ടു നിൽക്കുന്ന മിസ്കീന്മാർ, ഫക്കീർമാർ ഒരുപക്ഷെ നമ്മുടെ അടുക്കലേക്ക് ചോദിച്ചു വരും, എനിക്കൊരു കിറ്റ് വേണം, എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ അവരെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന മിസ്കീന്മാരായ കുറെ മനുഷ്യന്മാർ, അവരെ കണ്ടെത്താനാണ് നമുക്ക് ടാസ്ക്. അവരെ കണ്ടെത്തി അവരുടെ വീടുകളിൽ ആരും അറിയാതെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു കിറ്റിലാക്കി കൊണ്ടുപോയി കൊടുത്താൽ എത്ര വലിയ സേവനമാണത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതേപോലെ അതിന് ക്യാഷ് തരാൻ പറ്റുന്ന സമ്പന്നരായ ആളുകൾ ഉണ്ടാകും, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അതേപോലെ തന്നെ അർഹരായ ആളുകളെ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായ പ്രക്രിയ നമ്മൾ കാലങ്ങളായി നടന്നു
കടന്നു വരുന്നുണ്ട്. അത് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ നടക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പൊതുവെ ആളുകൾക്ക് റമദാൻ എന്ന് പറയുമ്പോൾ ഒരു റമദാൻ ഫെസ്റ്റിവൽ, അതൊരു വിഭവങ്ങളുടെ ഒരു സംഗതിയായി പൊതുവെ ചാനലുകളിലും ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പൊതുവെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു നരേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. അതൊരു വിഭവങ്ങളുടെ ഭക്ഷണങ്ങളുടെ ഒരു മാസമായി ആളുകൾ അതിനെ അവതരിപ്പിക്കുന്നു. അതിനെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമുകൾ, നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ ആ നിലക്ക് വിദഗ്ധങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. റമദാൻ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് സദഖകൾക്കാണ്. അനാവശ്യമോ അത്യാവശ്യമോ അല്ലാത്ത ചെലവുകൾ വെട്ടിക്കുറച്ച് സദഖകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലാനിൽ രൂപപ്പെടേണ്ടതാണ്. അതിനൊരു സംഖ്യ നമ്മൾ വിലയിരുത്തണം. അങ്ങനെ കുടുംബക്കാരിൽ പിന്നെ മിസ്കീന്മാരായ ആളുകൾ ഉണ്ടാകും, അവർക്ക് സഹായം എത്തിക്കാൻ ശ്രദ്ധിക്കാം. ഈ നിലക്ക് നമ്മൾ സ്ഥിരമായി അതിനുള്ള അവകാശികൾ നമുക്ക് റമദാനിൽ കണ്ടെത്താൻ കഴിയും. അതിനൊക്കെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം, അതിന് പ്ലാനിംഗ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കാനും അതിലെ നന്മകൾ ഒന്നൊടിയാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് നേരിട്ട് പറയുന്ന ഹദീസ്, അതിന് ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുന്നത്. ആ വാചകങ്ങൾ അള്ളാഹുവിന്റേതായിരിക്കും. അത് ആ കലാം അങ്ങനെ തന്നെ റസൂലുള്ളാഹി അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു തരുന്നതാണ്. അത്തരം ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യബ്ന ആദം സന്തതികളെ, നമ്മളെ എല്ലാം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യബ്ന ആദം സന്തതികളെ, മനുഷ്യരെ, തഫറർ ലിഇബാദതി, നിങ്ങൾ എനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ നിങ്ങൾ ഒഴിഞ്ഞിരിക്കൂ, സമയം കണ്ടെത്തൂ. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫർ എന്താണ്? നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം ഇട്ടുതരാം, ധന്യത ഇട്ടുതരാം. എങ്ങനെയാണെങ്കിൽ എനിക്കു വേണ്ടി തിരക്കുകൾ മാറ്റിവെച്ച് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവേണ്ട എന്നല്ല, തിരക്കുകൾക്കിടയിൽ ബോധപൂർവം സമയം കണ്ടെത്തിയ ഒരാൾ, അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കാൻ ഒരാൾ സമയം കണ്ടെത്തുന്നുവെങ്കിൽ അള്ളാഹു പറയാണ്, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുതരാം. തീർന്നില്ല, നിന്റെ ഇരു കൈകളിലും റിസ്ഖ് ഞാൻ തരാം. അള്ളാന്റെ ഓഫർ റിസ്ഖ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഒരു ഖൈറും ബറക്കത്തും അള്ളാഹു ഇട്ടുതരുന്നു. അത് കുറച്ചാണെങ്കിൽ അല്ലാഹു അതിലിട്ട് തരും. അപ്പോ നമ്മൾ റമദാനിൽ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ജമാഅത്തുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ പള്ളിയിലെത്തുന്നു. ആളുകൾ ജമാഅത്തുകൾ പോലും കച്ചവടത്തിന്റെ തിരക്കിൽ, മറ്റു ജോലിയുടെ തിരക്കിൽ ജമാഅത്തുകൾ മിസ്സാകുന്നു, സുന്നത്തുകൾ ഒഴിവാകുന്നു, ഖുർആൻ ഓതാതിരിക്കുന്നു. ഇതൊന്നുമില്ലാതെ നമ്മൾ ക്രമീകരിച്ച് അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുകയാണ്. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു ഒരു സംതൃപ്തി നിങ്ങൾക്ക് തരുന്നതാണ്, നമുക്ക് തരുന്നതാണ്. നിങ്ങളുടെ ഇരു കൈകളിലും റിസ്ഖ് തരും അല്ലാഹു പറയാണ്. ഇനി അല്ലാഹു അതിന്റെ മറുവശം പറഞ്ഞു, നിങ്ങളുടെ തിരക്കുകളും ജോലികളും മറ്റ് ന്യായങ്ങളും പറഞ്ഞ് നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ, അല്ലാഹു പറയാണ്, നിങ്ങൾക്കതിന് സാധിക്കില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഫഖർ ഇട്ടുതരും. ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം നിനക്കിട്ടു തരും. ആ ഇരുന്ന സമയത്ത് ജമാഅത്തുകൾ ഒഴിവാക്കി, നന്മകൾ ഒഴിവാക്കി അയാൾ സമ്പാദിച്ചു. പക്ഷേ സമ്പാദിച്ചിട്ടും അയാൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ്. അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, ഉള്ളതിൽ ഒരു തൃപ്തി തോന്നുന്നില്ല. അല്ലാഹു പറയാണ്, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഫഖർ ഇട്ടു തരും. ദാരിദ്ര്യമാണ് നിന്റെ മനസ്സിൽ ഇട്ടുതരിക. തീർന്നില്ല, വയദൈക ശുഗല, തിരക്ക് അവസാനിക്കുകയില്ല. നിന്റെ ഇരു ഭാഗങ്ങളിലും നിനക്ക് തിരക്കുകൾ ഞാൻ ഇട്ടുതരും, ജോലി ഇട്ടുതരുന്നതാണ്. പണി ഒരുപാടുണ്ട്, പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതൊരു ഖൈറും ബറക്കത്തും നഷ്ടപ്പെട്ടു പോകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധ റമദാൻ, അത് പലപ്പോഴും പല കച്ചവടക്കാർക്കും അവസാനത്തിലേക്ക് എത്തുമ്പോൾ
ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ പലപ്പോഴും അവരുടെ ജോലികളിൽ അവർ നഷ്ടപ്പെട്ടു പോകും. ദുനിയാവിന്റെ ചാകരയും അള്ളാഹുവിന്റെ ചാകരയും ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ്. എന്നാൽ ഒരു മനുഷ്യന് റമദാനിന്റെ മുമ്പ് തന്നെ, അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ സൂചിപ്പിക്കാൻ കാരണം, നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ക്രമീകരണം അവസാനത്ത് നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിന് അധികം വെച്ചാണെങ്കിലും അവിടെ ഒരു ചെറിയ ക്രമീകരണങ്ങൾ വരുത്തി എന്റെ നന്മകൾ, എന്റെ പരലോകം, എന്റെ ഖബറിലേക്ക് സമ്പാദിക്കാനുള്ള ഒരവസരമാണ്. എത്ര കഴിഞ്ഞ റമദാനുകളിൽ നമ്മുടെ കൂടെ ജീവിച്ച എത്ര ആളുകൾ ഖബറുകളിലുണ്ട്. നമുക്കറിയുന്ന പല ആദർശ സഹോദരങ്ങളും അവരെ ഖബറുകളിലാണ്. കഴിഞ്ഞ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്ന് ഉംറ ചെയ്ത് വളരെ സജീവമായി ആദർശ പ്രബോധന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന എത്രയോ സഹോദരങ്ങൾ അവരൊക്കെ ഖബറുകളിലാണ് ഇന്നുള്ളത്. പെട്ടെന്നുള്ള വിട പറയലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിനം നമ്മളും എല്ലാം മടങ്ങിപ്പോകുന്ന ഒരു ദിനം വരാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകം. വഹും ലാ യുദ്ലമൂൻ, അവിടെ ആരോടും അനീതിയോ അക്രമമോ ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്കും അവസാനത്തതായിരിക്കാം. തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. എപ്പോഴാണ് മരണം കടന്നു വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി നമുക്ക് ആ പരിശുദ്ധ റമദാനിനെ സംശുദ്ധമായ മനസ്സോടുകൂടെ സമീപിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ചില സഹോദരങ്ങളുണ്ട്. ഇന്നലെ രാത്രി മരണപ്പെട്ട ഒരു സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നൗഫൽ എന്ന സഹോദരൻ, അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ തുടയെല്ലിനും അതേപോലെ കയ്യിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഓപ്പറേഷൻ ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല പ്രയാസമുണ്ട്. നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു ആ സഹോദരന്റെ പ്രയാസം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ശിഫയാക്കി പൂർണ്ണ ആഫിയത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ രൂപത്തിൽ രോഗം കൊണ്ട് മറ്റു കഷ്ടപ്പാടുകൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു എളുപ്പത്തിൽ അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു ഇനി ഞങ്ങളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ نسألك الجنة اللهم اجرنا من النار اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.